എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവനാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. പക്ഷേ ഇവൻ അതൊന്നും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, എല്ലാം ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. ഇവന് ഈ ഒരു പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവൻ എപ്പോഴും അവളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇവൻ നോക്കുന്നില്ല. ഇവൻ അവളെ ഫോളോ ചെയ്യുന്ന കാര്യം ഇവൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇവളുടെ അടുത്തേക്ക് അവൾ സംസാരിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് അവളുടെ ദേഹത്തോട്ട് തലയിറങ്ങി വീഴുകയാണ്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവന് പനിയാണെന്നുള്ളത്. ഇവർക്ക് ഓൾറെഡി നേരത്തെ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ ഇവൾ അവനെ റൂമിലോട്ട് കൊണ്ടുവരുന്നുണ്ട്, അവളെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവന് വേണ്ട പരിചരണമൊക്കെ കൊടുക്കുന്നുണ്ട്. മെഡിസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും അവന് തനിഞ്ഞ ടവൽ വെച്ച് അവൻ്റെ ദേഹമൊക്കെ തുടച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഐസ് പാക്ക് വയ്ക്കുകയും രാത്രി ഫുള്ളും ഉറങ്ങാതെ അവന് വേണ്ടി കാവലിരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവൻ്റെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് അവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അവളുടെ ശരീരം പോലും നോക്കാതെ അവന് വേണ്ടി കെയർ ചെയ്യുന്നുണ്ട്. അവൾ ഒട്ടും തന്നെ ഉറങ്ങുകയൊന്നും ചെയ്യാതെ രാത്രി മുഴുവനും അവനെ നോക്കിക്കൊണ്ടേയിരിക്കുമായിരുന്നു. ഐസ് പാക്കൊക്കെ വെച്ച് അവൻ്റെ ടെമ്പറേച്ചറൊക്കെ അവൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. രാവിലെ അപ്പോൾ അവളുടെ ഹെൽത്തൊക്കെ ഇത്തിരി ഓക്കെ ആയിട്ട് വരികയും അവൻ നല്ല കുറച്ചൊക്കെ ആരോഗ്യമായിട്ട് എണീക്കുകയും ചെയ്യുന്നുണ്ട്. മെഡിസിൻ്റെ പാക്കും എല്ലാം അവൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അവളാണ് രാത്രി ഫുള്ളും അവനെ നോക്കിയത് എന്നൊക്കെയുള്ളത്. രാത്രി ഇടയ്ക്കിടയ്ക്ക് അവളുടെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ അവന് നല്ല പനിയായിരുന്നത് കാരണം അവൾക്ക് നല്ല കൺസേൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ഉള്ളിലും അവനോട് ചെറിയ രീതിയിലുള്ള സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ അത് അവൾ പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. അവളുടെ കെയറിങ്ങിലൂടെ അവനത് മനസ്സിലാവുന്നുണ്ട്. അവൾക്കും അവനോട് അത്ര നല്ല സ്നേഹമുണ്ടെന്നുള്ള കാര്യം. ഈ ഒരു ഡ്രാമ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.